നമ്മുടെ സംസ്ഥാനത്ത് കുറേ കാലമായി ക്ഷേത്രങ്ങളിലും മറ്റ് ദേവാലയങ്ങളിലെല്ലാം മോഷണങ്ങളും ആചാര ലംഘനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ശബരിമല യാത്രയുടെ സ്വർണ്ണമോഷണത്തിനെ കുറിച്ചാണ് യാത്ര തുടങ്ങിയത്. കൽപ്പറ്റയിലെത്തിയപ്പോൾ കാലത്ത് വായിച്ച വാർത്ത, കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആറന്മുള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ആചാരം ലംഘിച്ചു. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ സദ്യ നടക്കുമ്പോൾ വിഭവങ്ങളൊക്കെ വിളമ്പി ഭഗവാന് നിവേദിച്ചിട്ടാണ് ഭക്തർ ഭക്ഷണം കഴിക്കുക. കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ നമ്മുടെ മന്ത്രി വാസവൻ ചെന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയായിട്ട് അപ്പോൾ ദേവന് ഈ വിഭവങ്ങൾ വിളമ്പുന്നതിന് മുമ്പ് സാധാരണ വിളമ്പി അത് ദേവന് സമർപ്പിച്ച ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ. പക്ഷേ വാസവൻ പറഞ്ഞ് അദ്ദേഹത്തിന് ഗ്യാസിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് ഞാൻ ആദ്യം കഴിക്കാം, ഭഗവാന് സൗകര്യം പോലെ വിളമ്പിയാൽ മതി. ഏതാണ്ട് ഇന്നലെ ക്ഷേത്രതന്ത്രി ദേവസ്വം ഭരണസമിതിക്ക് അയച്ച കത്ത് ആചാരം ലംഘിച്ചതിന് പിഴ അടയ്ക്കണം. പിന്നെ ആചാര ലംഘനം തുടർക്കഥയായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെയാണ് മോഷണം. അപ്പോൾ ആചാര ലംഘനം ഒരു ഭാഗത്ത്, മോഷണം മറ്റൊരു ഭാഗത്ത്, പോറ്റിമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ വേറൊരു ഭാഗത്ത്. വാസന്തി ലക്ഷ്മി പിന്നെ ഞാനെന്ന് പറഞ്ഞ പോലെ ആചാര ലംഘനങ്ങളും മോഷണങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിമാരുമായി ഈ നാട്ടിൽ ദൈവങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ പിണറായി പറയുന്ന ഒരു ചാൻസും കൂടെ വേണം. കാരണം ഇനി അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ പറ്റൂ. അയ്യപ്പൻ്റെ സർവ്വത അടിച്ചുകൊണ്ടുപോയി രുദ്രാക്ഷമാലയും ദണ്ടും ധാരവാലന്മാരുടെ ശരീരത്തിൽ പൊതിഞ്ഞ സ്വർണ്ണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൂശിയ സ്വർണ്ണമല്ല, പൊതിഞ്ഞ സ്വർണ്ണം. പൊതിയാന്നാണ് ഒറിജിനൽ പൊതിയുന്നത്. പൂശിന്നിങ്ങനെ വെയിലടിക്കുന്നത് അടിച്ചാൽ മതി. ഇതങ്ങനെയല്ല. ആദ്യം ചെമ്പുവാളികൾ ഘടിപ്പിക്കണം, അതിൻ്റെ മേലെയാണ് സ്വർണ്ണം പൂശുന്നത്. ഇപ്പോൾ 2 ദ്വാരം അവിടെ ചുറ്റുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലും മുഖ്യ കവാടത്തിലും മേൽക്കൂരയിലും എല്ലാം സ്വർണം പൊതിഞ്ഞു. ഏതാണ്ട് 30 കിലോയിൽ കൂടുതൽ സ്വർണമാണ് വിജയമല്യ ദേവന് സമർപ്പിച്ചത്. അതിനെല്ലാം പൊതിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ അവതാരം ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത്. സാധാരണ രീതിയിൽ പൊതിഞ്ഞ സ്വർണം അങ്ങനെ മങ്ങില്ല, കാരണം വെയിലും മഴയും കൊള്ളുന്നില്ല അവിടെ. അപ്പോൾ ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഞാനും ഐസിയൊക്കെ സ്ഥിരം പോകുന്നതാണ് എല്ലാ വർഷവും. അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ ഈ ദ്വാരപാലകരുടെ ശില്പം നിൽക്കുന്ന സ്ഥലത്തും മുഖ്യ കവാടത്തിലും മേൽക്കൂരയിലൊന്നും വെയിലോ മഴയോ ഏൽക്കാറില്ല. അപ്പോൾ സ്വർണത്തിന് മങ്ങലുണ്ടാവാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു അങ്ങനെയല്ല, മങ്ങലുണ്ടായിട്ടു. ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ? 2013 അവിടെ കീഴ്ശാന്തി എഴുതി വന്നാണ്. ഈ കീഴ്ശാന്തിക്ക് ശമ്പളം ദേവസ്വം ബോർഡല്ല കൊടുക്കുന്നത്. അതൊരു കാര്യം മനസ്സിലാക്കണം. ചില സഖാക്കൾ ചില കഥകളുണ്ടാക്കി. 2013 കീഴ്ശാന്തിയായി UDFിൻ്റെ കാലത്താണ്. കീഴ്ശാന്തിമാർക്ക് ശമ്പളം കൊടുക്കുന്നത് മേൽശാന്തിയുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് കീഴ്ശാന്തിക്ക് ശമ്പളം കൊടുക്കുന്നത്. ദേവസ്വം കൊണ്ടൊരു ബന്ധവുമില്ല. പക്ഷെ ഈ വിദ്വാനെ കണ്ടപ്പോൾ തന്ത്രിക്ക് കാര്യം മനസ്സിലായി, ഇദ്ദേഹത്തിനൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞു, മേലെ ഇതിനകത്ത് കയറാൻ പാടില്ല. അങ്ങനെ 2013 ഇറക്കി വിട്ട ആളാണ് ബോംബെയിൽ ഏതൊരു ക്ഷേത്രത്തിൽ പോയി പൂജ തുടങ്ങി. ഇപ്പോൾ ബാംഗ്ലൂർ വന്ന ഈ ക്ഷേത്രത്തിൽ വന്നവരോടൊക്കെ പറഞ്ഞു, ഞാൻ പഴയ ശബരിമല കീഴ്ശാന്തിയാണ്, എനിക്ക് അവിടെ വലിയ പിടിപാടാണ്, അവിടെയൊക്കെ കുറച്ച് സ്പോൺസർമാരെ വേണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. ഇവർ വിചാരിച്ചു കീഴ്ശാന്തി ആയിരുന്നാൽ അവർക്കറിയാം മേൽശാന്തി എന്താ കീഴ്ശാന്തി എന്താ. ആയിക്കോട്ടെ, അയ്യപ്പന് തരുന്നല്ലേ, സന്തോഷമുള്ളൂ. അങ്ങനെയാണ് ഈ വിദ്വാൻ 2017-18 കാലത്ത് ശബരിമലയിൽ ഒരു സ്പോൺസറുടെ വേഷത്തിൽ വരും. 5 വർഷം മുമ്പ് കീഴ്ശാന്തിയായി ചെന്ന് ശാന്തി ഞാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് തന്ത്രി ഇറക്കി വിട്ട വിദ്വാൻ LDF സർക്കാർ വന്നപ്പോൾ പിണറായി പറഞ്ഞു, എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ആൾ ദൈവങ്ങൾ ഉണ്ടാവില്ല, നല്ല ഒറിജിനൽ ആൾ ദൈവം തന്നെ ഇറങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നിട്ട് പോറ്റി എന്ത് ചെയ്തു? അവിടെ പൊതിഞ്ഞ സ്വർണം ഇളക്കിയെടുത്ത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു,
ഇത് ചെമ്പ് പാളികളാക്കി ഒന്ന് എഴുതി തരണം, ബാക്കി കമ്മീഷൻ 50-50. അവരെഴുതി കൊടുത്തല്ലോ. അതാണ് ഉണ്ണീഷൻ പോറ്റിയുടെ ധൈര്യം. ദേവസ്വം രേഖയിൽ പറഞ്ഞിട്ടെന്താ അറിയോ? ചെമ്പ് പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊടുത്തയക്കുന്നു. ആരുടെ കയ്യിൽ? ഈ പോറ്റിയുടെ കയ്യിൽ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കിലോ സ്വർണം എന്ത് വിശ്വസിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തത്? ഇയാളുടെ കയ്യിൽ എടുക്കാനാണ്. അതാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ധൈര്യം എന്താ അറിയും? എനിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയ രേഖയിൽ ഇത് ചെമ്പുപാളിയാണ്, സ്വർണ്ണപാളിയല്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയി സ്വർണം പൂശാൻ കൊണ്ടുപോയി. പോകുന്ന വഴിക്കൊക്കെ നേരത്തെ പറഞ്ഞില്ലേ 10, 15 അല്ല 40 ദിവസം എടുത്തു അവിടെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ. എന്ത് ചെയ്തു? സ്വർണം പൂശിയിട്ട് ഒറിജിനൽ സ്വർണം എവിടെ പോയി? അടിച്ചു മാറ്റി. അടിച്ചു മാറ്റി എന്ന് പറയുന്ന ആരാ? ഞങ്ങളാരുമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത്. അവിടെ ചെന്ന് ഇത് ഉരുക്കിയെടുത്ത് മാറ്റി ചെമ്പ് പാളികൾ, വേറെ ചെമ്പ് പാളി എടുത്ത് അതിൻ്റെ മേലെ സ്വർണം പൂശി, ബാക്കി കിലോ അടിച്ചു മാറ്റി. അപ്പോൾ ശബരിമലയിൽ നിന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് വിജയം വലിയ നൽകിയ വഴിപാടായിട്ടുള്ള സ്വർണമായിരുന്നെങ്കിൽ തിരിച്ചു വന്നത് ഏതോ ചെമ്പിൽ പൂശിയ സ്വർണം പൂശിയ ചെമ്പ് പാളികളാണ് അവിടെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇതാണ് സംഭവത്തിൻ്റെ ആരംഭം. 2019 സംഭവം കഴിഞ്ഞു. ഇതേ പാളികൾ ഇളക്കിയെടുത്ത് 2025 പിന്നെയും സ്വർണം പൂശാൻ കൊണ്ട് ഇതേ കമ്പനി. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് നേരിട്ട് കൊണ്ടുപോയില്ല, കാരണം ദേവസ്വം കമ്മീഷൻ എഴുതി ഇയാളുടെ കയ്യിൽ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ ഇപ്പൊ സസ്പെൻഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, ഒരു CIT-കാരൻ, അയാൾ എന്താ പോറ്റിയുടെ തന്നെ കൊടുത്തയക്കാം. ദേവസ്വം തിരുവാഭരണ കമ്മീഷൻ പറഞ്ഞു, ദേവസ്വം കമ്മീഷൻ തിരുവാഭരണ കമ്മീഷൻ പറഞ്ഞു പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ പോറ്റിക്ക് മെസ്സേജ് കൊടുത്തു, സാധനങ്ങൾ ചെന്നൈയിൽ വരുന്നുണ്ട്, നിങ്ങളും കൂടെ പോയിട്ടു. ഞാൻ ചോദിക്കട്ടെ, 2019 ഒറിജിനൽ സ്വർണം കൊണ്ടുപോയി ഡ്യൂപ്ലിക്കേറ്റ് ആയി കൊണ്ടുവന്ന അതേ പോറ്റിയുടെ കയ്യിൽ 2025 കൊടുത്തു എന്ന് പറയുമ്പോൾ ആരാ ഉത്തരവാദി? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉത്തരവാദിത്വമല്ലേ? ഇപ്പൊ 2019 ഈ സ്വർണം മാറ്റിയ കേസിൽ 8ാം പ്രതി ആരറിയോ? അന്നത്തെ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡാണ് പ്രതി, അല്ലാതെ പത്മകുമാർ മാത്രമല്ല. പത്മകുമാർ അതിന്റെ ഭാഗം. പത്മകുമാർ പ്രസിഡന്റും CPI ശങ്കരദാസ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡാണ് ഇതിൽ കുറ്റക്കാർ. അന്നത്തെ ദേവസ്വം കമ്മീഷനായിരുന്ന, പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്ന വാസു എന്ന വ്യക്തിയും ഇപ്പൊ പ്രതിയാകാൻ പോവാണ്. അത് മതിയായി, ദേവസ്വം കമ്മീഷണറായി. ഇനി വാസു എന്നുള്ള കഥാപാത്രം പത്മകുമാർ മാറിയിട്ടാണ് വാസു പ്രസിഡന്റായിട്ട് വരുന്നത്. അതിന് കമ്മീഷനായിരുന്നു, ദേവസ്വം കമ്മീഷനായിരുന്നു. വാസു എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോഴേക്കും കോവിഡ് വന്നു. അപ്പോൾ അവിടെ വലിയ പ്രയാസമായി, കാരണം ഭക്തജനങ്ങൾ വരാൻ കഴിയാത്ത അവസ്ഥ വന്നല്ലോ കോവിഡ് വന്നു. ഈ വാസു അവിടുത്തെ കിണ്ടി ഉരുളിയൊക്കെ വിറ്റു ശമ്പളം കൊടുക്കാൻ. അതിനുശേഷമാണ് അദ്ദേഹത്തിന് കിണ്ടി വാസു എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ കൂടെ അയ്യപ്പൻ്റെ സാർവ്വതം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആരൊക്കെയാ പ്രതികൾ? ഇത് പ്രതികളായി വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പത്മകുമാർ, കിണ്ടി വാസു, ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത്, 3 പേരും പ്രതികളാണ്. ദേവസ്വം ബോർഡ് മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രൻ, ഇടയ്ക്ക് ഇവിടെ രാധാകൃഷ്ണൻ വന്ന, പക്ഷേ കക്ഷിയൊന്നും തൊട്ടിട്ടൊന്നുമില്ല. പറയുമ്പോൾ അതും കൂടെ പറയണല്ലോ, അതേ തൊട്ടിട്ടൊന്നുമില്ല. പക്ഷെ പിന്നെ വന്ന വാസവൻ, അതെല്ലാം കൂടെ ചേർന്ന് സർവ്വതും അടിച്ചു മാറ്റി.